നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആർത്തവ വിരാമത്തെ കുറിച്ചാണ്. ആർത്തവ വിരാമം മെനപ്പോസ് എന്ന് പറയുന്ന അവസ്ഥ. നമുക്കറിയാം, ഒരു സ്ത്രീക്ക് ഒരു 40 വയസ്സ് അല്ലെങ്കിൽ ഒരു 45 വയസ്സിന് ശേഷം വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു ബുദ്ധിമുട്ടില് പലപ്പോഴും അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെനപ്പോസ്. പലപ്പോഴും കൂടെയുള്ളവര് അത് തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് മെനപ്പോസ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? മെനപ്പോസ് ആവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മെൻസ്ട്രേഷൻ നിൽക്കുകയാണല്ലേ ചെയ്യുന്നത്. അത് പെട്ടെന്ന് ഒരു ദിവസം നിൽക്കുന്നതല്ല. അപ്പൊ പലപ്പോഴും ചില ആളുകൾക്ക് 3 മാസമൊക്കെ ആബ്സെന്റ് ആയിരിക്കും. അതിനുശേഷം കുറച്ച് നാള് നമുക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെ സ്പോട്ടിംഗ് ആയിട്ട് ചിലപ്പോൾ കാണും. അതിനുശേഷം പിന്നെ ഒരു വർഷത്തിന്റെ ഉള്ളിലോ 1.5 വർഷത്തിന്റെ ഉള്ളിലോ അത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമുക്ക് ഈ ഒരു മെനപ്പോസ് സംഭവിക്കുന്നത്. അപ്പൊ പലപ്പോഴും മെനപ്പോസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടില് മെനപ്പോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സ്ത്രീത്വത്തിന് എന്തോ ഒരു കോട്ടം തെറ്റി അല്ലെങ്കിൽ പറ്റി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചിന്താഗതി വരുന്നത്. പക്ഷെ അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണോ? ഇത് എങ്ങനെ നമുക്ക് നേരിടാനായിട്ട് പറ്റും, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ വരും. അതുപോലെ തന്നെ ആൻസൈറ്റി, ഭയങ്കര ഉത്കണ്ഠയായിരിക്കും ഇതിനെ ആലോചിച്ചിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? ഹോട്ട് ഫ്ലാഷസ് ആണ്. ചൂടായിരിക്കും അല്ലെ, അമിതമായിട്ടുള്ള ചൂടായിരിക്കും. നമ്മൾ ഫാനിന്റെ അടുത്തിരുന്നാലും AC ഇരുന്നാലും ഒക്കെ ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ തന്നെ വിയർപ്പ്, അമിതമായിട്ടുള്ള വിയർപ്പ് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തില് മുടി കൊഴിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ സ്കിന്നിൽ ചില ചേഞ്ചസ് വരാനായിട്ട് തുടങ്ങും. ആ സ്മൂത്ത് സ്കിൻ ടെക്സ്ചർ ഒക്കെ മാറി കുറച്ചും കൂടി റഫ് ആവും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കരിമംഗല്യത്തിന്റെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർ, മീഡിയം സ്കിൻ ആണെങ്കിലൊക്കെ കരിമംഗല്യത്തിന്റെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നേരം വിഷമിച്ചിരിക്കും, ഓവർ തിങ്കിങ് ആയിരിക്കും. ഒരുപാട് കാര്യം നമ്മൾ വെറുതെ ചിന്തിച്ചിരുന്ന് നമ്മൾ ദുഃഖിക്കുന്നതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബന്ധമുള്ള ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ മെനപ്പോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നമുക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങളും കൂടി ഈ സമയത്ത് വരുന്നത്. അതുപോലെ തന്നെ ക്ഷീണം, അതായത് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഡേ ആ ഒരു സ്ത്രീകളായിരിക്കും കൂടുതലായിട്ട് ജോലികളും കുട്ടികളുടെ കാര്യങ്ങളായാലും, അവർക്ക് ജോലിയുള്ള സ്ത്രീ ആണെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത്രയും നാള് ചെയ്തിരുന്ന ഒരു കാര്യം പിന്നീട് അങ്ങോട്ടേക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുക. അത് തീർച്ചയായിട്ടും മനസ്സിനെ വിഷമിപ്പിക്കും. ക്ഷീണം വരും. അതുപോലെ തന്നെ ആ മനസ്സിനെ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത, അത് തീർച്ചയായിട്ടും അവരെ വേദനിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ള ലക്ഷണങ്ങൾ. പിന്നെ നമുക്ക് സെക്ഷൽ ഡിസയർ, അതൊക്കെ കുറച്ച് കുറയുന്നതായിട്ട്, സെക്ഷൽ ഡ്രൈവ് കുറച്ച് കുറയുന്നതായിട്ട് കാണും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വരിക. പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തില് ഈസ്ട്രജൻ ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിലെ അണ്ടോൽപാദനത്തിനും അതുപോലെ തന്നെ അവിടെ അണ്ടങ്ങളുടെ വളർച്ചയ്ക്കായും ഓവം പ്രൊഡക്ഷനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ ഈ ഈസ്ട്രജൻ എന്ന ഹോർമോണ് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഒന്ന് നമ്മുടെ ശരീരത്തിലെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന്, ഒന്ന് ഓവറിയിൽ നിന്നുമാണ്. അപ്പൊ നമുക്കറിയാം, ഈ മെനപ്പോസ് വരുന്ന സമയത്ത് ഓവറിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ നിൽക്കും. അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡിലും കുറെയൊക്കെ ഇതിന്റെ ഈ ഒരു ഫാറ്റ്, അത് ഓവറായിട്ട് ഫാറ്റും പ്രോട്ടീനും അടിഞ്ഞുകൂടുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു പ്രൊഡക്ഷൻ, ഓവത്തിന്റെ പ്രൊഡക്ഷൻ നിൽക്കും. അപ്പൊ പൊതുവെ ഈ ഒരു സമയത്ത് നമുക്ക് വെജൈനൽ ഡ്രൈനസ് പോലത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോ ആർത്തവ വിരാമത്തിന് ശേഷവും നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ശരീരമായാലും മനസ്സായാലും നമുക്ക് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ കാലഘട്ടം തരണം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതൊരു കുറച്ച് കാലം മാത്രമേ നമുക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുള്ളൂ. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ടുകളെ നമുക്ക് തരണം ചെയ്യാനും നല്ല രീതിയിൽ നമ്മുടെ ലൈഫ്, നല്ല ക്വാളിറ്റി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മളൊരു ഹെൽത്തി ഡയറ്റ് എടുക്കണം. അതായത് നമ്മൾ പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും അല്ലെ, ഒട്ടും ഭക്ഷണം കഴിക്കാതെ വരും. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഞാൻ അത്തരം ഫുഡുകളുടെ കാര്യമല്ല പറഞ്ഞത്. പോഷകാഹാരങ്ങൾ ഒരുപാട് കഴിക്കാനായിട്ട് തുടങ്ങണം ആ ഒരു പ്രായത്തില്. കാരണം ആ സമയത്താണ് നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യമുണ്ട്, കാൽസ്യം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രോട്ടീൻസുകളൊക്കെ ആവശ്യമുണ്ട്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെയൊക്കെ ഡെഫിഷ്യൻസി വരും. നമുക്ക് കാൽസ്യം ആയാലും മഗ്നീഷ്യം ആയാലും ഒക്കെ ഡെഫിഷ്യൻസി വരുന്ന ഒരു സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത്
സമയത്ത് നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ കഴിക്കണം. എങ്ങനത്തെ പോഷകാഹാരങ്ങൾ കഴിക്കണം? നല്ല രീതിയിൽ നട്ട്സ് ഉൾപ്പെടുത്താം. ഒരു നേരെങ്കിലും നമ്മൾ കുറച്ച് നട്ട്സ് തിന്നാനായിട്ട് ശ്രദ്ധിക്കുക. അത് എല്ലാത്തരം നട്ട്സും, ബദാം കഴിക്കാം, കാഷ്യൂ നട്ട്സ് കഴിക്കാം, പിസ്ത കഴിക്കാം. ആ രീതിയിൽ നട്ട്സ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കടൽ മത്സ്യങ്ങൾ നന്നായി കഴിക്കാം. ചാള, ചൂര, മത്തി, അതുപോലെ തന്നെ നമുക്ക് പ്രോൺസ്, അതുപോലെ തന്നെ നമുക്ക് കല്ലുമ്മക്കായ, കക്ക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, നമുക്ക് കണവ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ സീഡുകൾ, ഓക്കെ, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ നന്നായി ഉൾപ്പെടുത്താം. ഇത് ഒരു ദിവസം കഴിക്കേണ്ടതില്ല. ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അടക്കം നമുക്ക് ഒരു ദിവസത്തിൽ കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ഫൈബ്രസ് ഫ്രൂട്ട്സുകൾ നന്നായി കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇലക്കറികൾ നന്നായി ഉൾപ്പെടുത്താം. കാരണം എന്താണ്? HB കുറയുന്ന ഒരു സമയമാണ് അല്ലെ. HB നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കുറയുന്ന ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റും. ബ്ലഡ് കുറയുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ബ്ലഡ് കൂട്ടാനായിട്ട് ഇലക്കറികൾ നന്നായിട്ട് സഹായിക്കും. ചീരയില, മുരിങ്ങയില, മത്തനില, ഇതൊക്കെ എല്ലാത്തരം ഇലക്കറികളും നമുക്ക് കഴിക്കാം. എള്ള് കഴിക്കാം. 1/2 ടീസ്പൂൺ എള്ള് നമ്മൾ ദിവസം കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡയറി പ്രൊഡക്ട്സുകൾ നന്നായി ഉൾപ്പെടുത്തുക. അതായത് പാല്, തൈര്, നമ്മുടെ യോഗേർട്ടൊക്കെ, അതിലൊക്കെ ഒരുപാട് നല്ല ബാക്ടീരിയാസ്, ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഒരുപാടുണ്ട്. അപ്പൊ അത് ഈ പ്രോബയോട്ടിക്സ് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഡയറി പ്രൊഡക്ട്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈ ഒരു അവസ്ഥയിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി യോഗകൾ ചെയ്യാം. യോഗാസനങ്ങൾ, അത് സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. പ്രാണയാമാസ്, നമ്മുടെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ്. ബ്രീത്തിങ് എക്സസൈസ്, അത് ചെയ്യാം. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ധ്യാനങ്ങൾ, നമ്മുടെ എല്ലാ അസുഖങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അത് നല്ല സ്ട്രോങ് ആണ്, അതിന് നല്ല കഴിവുണ്ട് നമ്മുടെ ശരീരത്തിലെ ഹീൽ ചെയ്യാനായിട്ട്. അപ്പൊ മെഡിറ്റേഷൻ നല്ലൊരു പോംവഴിയാണ്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ദഹന പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാൻ, നല്ല രീതിയിൽ ബൗവൽ മൂവ്മെന്റ്സ് ഉണ്ടാകാനൊക്കെ ഈ ഇലക്കറികളും അതുപോലെ തന്നെ സംഭവങ്ങൾ, ഡയറി പ്രൊഡക്ട്സിൽ തൈര്, അതുപോലെ തന്നെ യോഗേർട്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദഹനം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാത്തിനും ഉപരി നന്നായി വെള്ളം കുടിക്കണം എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഒരു വ്യക്തി അവരുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം എടുക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ സാധാരണ പറയും 3 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. മെനപ്പോസ് ഉള്ള സ്ത്രീകൾ, അതായത് നമ്മുടെ മെനപ്പോസ് ഒരു വർഷം, ഏകദേശം 1 വർഷം നമുക്ക് മെനപ്പോസ് ആയി എന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷവും നമുക്ക് പതുക്കെ ചെറുതായിട്ട് സ്പോട്ടിങ് കാണാം, ചെറുതായിട്ട് ബ്ലീഡിങ് വരിക എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കണ്ടിരിക്കണം. ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് എന്താണ് ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. കാര്യം അത് ശ്രദ്ധിക്കേണ്ടതാണ് മെനപ്പോസിന് ശേഷവും ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കാം. അതിനുശേഷവും ബ്ലീഡിങ്. ഇനി ആയുർവേദത്തില് നമുക്ക് ഈ മെനപ്പോസിന് ഈ ഒരു ചൂട്, അമിതമായിട്ടുള്ള ചൂട്, വേർപ്പ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ടുള്ള ചില ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. അതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെനപ്പോസ് വലിയ കുഴപ്പങ്ങളില്ലാതെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു കാലം മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അതിന് താല്പര്യമുള്ളവര്, നമുക്ക് ഈ മെനപ്പോസ് ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൂടെടുത്തിട്ട് വയ്യ, വേർക്കുന്നുണ്ട് ഒരുപാട് എന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ക്ലിനിക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ബൈ.